അർജുൻ ആയങ്കിയെ പോലുള്ളൊരു ക്രിമിനലിന് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരുന്നത് കുറേയധികം വെട്ടുക്കളി കൂട്ടാണ്. CPM-ൻ്റെ സഖാക്കളായിട്ടുള്ള സൈബർ സഖാക്കളായിട്ടുള്ള വെട്ടുക്കളി കൂട്ടം. ഇത് ശരിയാണെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അല്ല, അത് എല്ലാ കാലത്തുമുള്ള സംഭവങ്ങൾ തന്നെയല്ലേ. ഇപ്പോൾ TG അറസ്റ്റിലാകുമ്പോഴത്തേക്കും കുറേ പേര് ജയിൽ വിളിക്കാനുണ്ടായി. അപ്പം അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ല. കാരണം എന്ന് വെച്ചാൽ ഏതാണ്ട് 2 കൊല്ലം മുമ്പ് തന്നെ DYFI കണ്ണൂരിൻ്റെ DYFIക്കാർ അവിടെ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ കൃത്യമായിട്ടൊരു ജാഥ തന്നെ അവർ സംഘടിപ്പിക്കുകയും ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘത്തെ അനുകൂലിക്കരുത് എന്ന് വ്യക്തമായ സ്റ്റാൻഡ് എടുക്കുകയും അന്ന് MP ജയരാജനായിരുന്നു പാർട്ടി സെക്രട്ടറി തന്നെ ഇവരെ തള്ളിപ്പറയുകയും ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ പോലും പിണറായി മുതൽ MP ജയരാജൻ വരെയുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞു. പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഇവർ നേരത്തെ പാർട്ടിക്കാരായിരുന്നു. ഇപ്പോൾ അർജുൻ ആയങ്കി അടക്കമുള്ള ആളുകൾ പാർട്ടിക്കാരായിരുന്നു. പാർട്ടിയുടെ DYFIയിലൊക്കെ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പിന്നെ അതുമാത്രമല്ല, അവർ സൈബർ ലോകത്ത് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണെന്ന് പറയുന്ന ഒരു ധാരണ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടുത്തെ DYFI സംസ്ഥാന ജില്ലാ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഉള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഇവർക്കുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് പക്ഷേ എല്ലാ കാലത്തും എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവം താങ്കൾ എടുത്തു നോക്കുമോ, വളരെ അഗ്രസീവായി, വളരെ സ്ട്രോങ് ആയി. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നില്ല, അനുകൂലിക്കുന്നില്ലേ. VD സതീശനെ പോലും എതിർത്തില്ലേ, ഉമാ തോമസിനെ എതിർത്തില്ലേ. അതൊരു പുതിയ പ്രവണതയാണ്. ആ പ്രവണത തീർച്ചയായിട്ടും ഈ കാര്യത്തിലുണ്ട്, അതിലൊരു സംശയമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ മനു തോമസ് ഉണ്ടല്ലോ, മുൻ DYFI ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി മെമ്പർ. അതെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഫേസ്ബുക്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഇവർ ക്രിമിനൽ ആയതല്ല, ഇവരെ പാർട്ടി ക്രിമിനലാക്കിയതാണോ. ഇപ്പം ആയെങ്കിൽ പോലും അദ്ദേഹം ഏറ്റവും അവസാനം പങ്കുവെച്ച ഫേസ്ബുക്ക് വീഡിയോയിൽ വല്ലാത്ത നിസ്സഹായ അവസ്ഥയാണ്. ഉള്ളിൽ കരയുന്നുണ്ട്, ഇപ്പം കരയുന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ ആയിപ്പോയതാണ്, നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടായി, എന്നൊക്കെയൊന്ന് നന്നാവാൻ അവസരം തരണം എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഈ കുരുതി കൊടുക്കുന്നത് സാധാരണ പാവങ്ങളായിട്ടുള്ള ആയങ്കിമാർക്കും നേതാക്കളുടെ മക്കൾ, ഇപ്പം വീണ വിജയനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാൾക്കാരായിക്കോട്ടെ, നല്ല വെൽ സെറ്റിൽഡായി സുഖമായിട്ട് ജീവിക്കുക. ഈ പാവങ്ങൾ എന്തിനാണ് കുരുതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പം ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഗൗതത്തിൻ്റെ വർത്തമാനം കേട്ടതൊന്ന് CPM-ൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നതെന്നോ? അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അവരുടെ താഴേക്കിടയിലുള്ള ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു ഡയലോഗുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ കാസർഗോഡ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും KPCC ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് മറ്റേ വാനിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ഗുണ്ടകൾ ആക്രമിക്കുകയും അവർ മുണ്ട് പറിച്ചെടുത്തുകൊണ്ട് ഓടുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ ഓടുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് വളരെ കൃത്യമായിട്ട് ചെറിയ ഫിലിപ്പ് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ചെറിയ ഫിലിപ്പ് പറഞ്ഞത്, അത് കോൺഗ്രസിനകത്ത് ഗുണ്ടാ നേച്ചറുള്ള ആളുകളാണ്, അവർ K മുരളീധരന് വേണ്ടി അന്ന് ഈ പണി ചെയ്തതാണ്. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി നിങ്ങൾ വരുന്നു, സ്വാഭാവികമായിട്ട് അതിനുശേഷം നിങ്ങൾ കുറച്ചുകൂടി അഗ്രസീവായിട്ടും ഒരു ഗുണ്ടാ നേച്ചറും ഒക്കെ ഉള്ള ഒരാളുകളാണെങ്കിൽ അവർ നാച്ചുറലി എന്ത് ചെയ്യും, ഈ ഘട്ടത്തിലേക്ക് പാർട്ടിയുടെ പല ഇതുപോലെയുള്ള ചെറുത്തുനിൽപ്പിനും ഡിഫൻസിനും ചിലപ്പോൾ ആക്രമണത്തിനും ഒക്കെ അവർ നേതൃത്വം കൊടുക്കുകയും അവർ കേസിൽപ്പെടുകയും പിന്നെ അവർ ആ രീതിയിലേക്ക് വളർന്നു പോവുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ പാർട്ടിയുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ തന്നെ ഇവർ മറ്റു പല വരുമാന മാർഗങ്ങളൊക്കെ നേടിപ്പോവുകയൊക്കെ ചെയ്യും. ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം എനിക്കുള്ളത്, ഇത് CPM-ൻ്റെ മാത്രം കാര്യമാണ്, ഇത് വേറെ ആരും ചെയ്യാനുള്ള എന്നുള്ള വിശുദ്ധ പശുവൊന്നും ആരും കളിക്കണ്ട. ഇവിടെ തമ്മൻ ഷാജിനെ എറണാകുളത്ത് അറസ്റ്റ് ചെയ്യുമ്പോൾ തമ്മൻ ഷാജിനെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദ്യത്തിനറിയോ? ഇവിടെ N വേണുഗോപാൽ എന്ന് പറയുന്ന GCDA ചെയർമാനായിരുന്ന, കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീടിന് കല്ലെറിഞ്ഞിട്ട് വരും പിന്നെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹം അന്ന് തമ്മൻ ഷാജി അറസ്റ്റിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ ആളുകളെ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗപ്പെടുത്താറുണ്ട്. കാരണം ഓരിപ്പം പിന്നെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉള്ളത് നമ്മൾ അങ്ങനെ അത് ലളിതവൽക്കരിക്കുക തന്നെയാണ്, ഒരു സംശയമില്ല. ലളിതവൽക്കരിക്കുകയല്ല, ഇത് പറയുമ്പോൾ എല്ലാം പറയണം. യാഥാർത്ഥ്യോട് പറഞ്ഞു താങ്കളിപ്പോൾ ലളിതവൽക്കരിക്കുന്നോ വേണേ കഠിനവൽക്കരിച്ചു, താങ്കൾ കഠിനവൽക്കരിച്ചു, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇത് ഇതിൽ മാത്രം ഉള്ളതാണോ? ശരി സാർ പറഞ്ഞു. ഒരു മിനിറ്റ്, നിഖിൽ പൈലി ഒരാളെ കുത്തിക്കൊന്നു. ഇതിലിപ്പോ മനു തോമസ് പറഞ്ഞതാണ്, ഇവർ ക്രിമിനലുകളായതല്ല ആക്കിയതാണ്. ഈ വെട്ടുക്കിളിക്കൂട്ടം ഇപ്പോൾ പറയുന്നത് ഈ നേതാവിനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ്. സൈബർ ലോകത്തെ ഈ വിലാപമാണ് അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷിണ. അത് അയാൾ ആസ്വദിക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ പറയാനുണ്ട്, പറഞ്ഞതിലുമേറെ. ചില വിശുദ്ധ വിപ്ലവകാരികളെ പറ്റി
ഇത് പി ജയരാജൻ ഉദ്ദേശിച്ചിട്ടാണ്. ഇത് വേറെ കഥയും കവിതയൊന്നും പറയുന്ന സമയം അല്ല. ഇതിലിപ്പോ ആയെങ്കി പുറത്തിറങ്ങിയ പ്രതികാരം ചെയ്യും എന്നുള്ളതാണ്. കാരണം പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു, ജയരാജൻ തള്ളിക്കളഞ്ഞു. അപ്പം തന്റെ കൂടെ ആരും പ്രധാനപ്പെട്ടിട്ടുള്ള, അപ്പൊ ഇയാൾ മറുപടിയും കൊടുത്തിട്ടുണ്ടായി, നിങ്ങൾക്ക് വേണ്ടി പേന ഉന്തിയതിനും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നതിനുമാണ് ഞാനിപ്പോ അകത്തായിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ തള്ളിക്കളയാൻ പാടുണ്ടായിരുന്നു. എന്ത് ഗൗതം മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പാർട്ടി ഇത് 3 കൊല്ലം മുമ്പെങ്കിലും ഇവരെ തള്ളിപ്പറഞ്ഞതാണ്, ഇവർക്കെതിരെ പ്രസംഗം നടത്തിയതാണ്. ഈ മറ്റേ അർജുനായെങ്കിൽ അല്ല, മറ്റേ പുള്ളിയുടെ പേരെന്താ, മറ്റേ ആകാശ് തില്ലങ്കേരിക്കെതിരെ തില്ലങ്കേരിയിൽ വന്ന് പി ജയരാജൻ പ്രസംഗിച്ചതാണ്. അതായത് ഈ പറയുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം, ഇത് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലെന്ന്. ഇതൊക്കെ അറിയാതെ വെറുതെ ഇരുന്ന് വാചകം പറയുകയാണ് നമ്മള്. മനസ്സിലായ? ഇത് താങ്കൾ അറിയേണ്ടത് താങ്കളൊന്ന് അന്വേഷിക്കും. താങ്കൾ കണ്ണൂർക്കാരനല്ലേ, ബേസിക്കലി താങ്കൾ ഒരു കണ്ണൂർക്കാരനാണല്ലോ. അപ്പൊ താങ്കൾ പോരാളി ഷാജിമാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഏതാ പോരാളി? ഭയങ്കര വൃത്തിയിട്ട ഭാഷകളിലാണ് പോരാളി ഷാജിമാരൊക്കെ പ്രതികരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഒന്നും പോരാളി ഷാജിനൊന്നും ബാൻ ചെയ്യുന്നില്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. സാറ് പറഞ്ഞത് ശരിയാണ്. മറ്റു പാർട്ടിക്കാരിലും അതിൽ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഇത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഒരു നേതൃത്വത്തിൽ ഇരിക്കുമ്പോ ആ രീതിയിലല്ലേ സാറേ ഇവരെ തള്ളിപ്പളഞ്ഞേ പറ്റുള്ളൂ. ആ അങ്ങനെയല്ലത്. അങ്ങനെയല്ല. ഇപ്പൊ ആകാശ് തില്ലങ്കേരിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ തള്ളി പറഞ്ഞാലും ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ യഥാർത്ഥത്തിൽ പാർട്ടി വളരെ ബോധപൂർവം തന്നെ ഈ നിലപാട് ഇവർ കൈവിട്ടു പോവുകയാണെന്നും ഇവരെ ഒരു കാരണവശാലും ഇവരോട് സംരക്ഷിക്കാൻ കഴിയില്ലെന്നുള്ള നിലപാടെടുക്കുകയും ആ നിലപാടെടുത്തിട്ട് തില്ലങ്കേരിയിൽ, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, തില്ലങ്കേരിയിൽ വന്ന് യഥാർത്ഥത്തിൽ പാർട്ടി മുൻകൈ എടുത്ത് പി ജയരാജനെ തന്നെ കൊണ്ടുവന്ന് നിർത്തി പ്രസംഗിച്ച ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പി ജയരാജൻ ചില ആളുകളെ, ക്രിമിനലുകളെ ജയിലിൽ പോയിട്ട് പൊന്നാടിയിട്ട് ആണിയിക്കുന്നവർക്ക് സംഗതിയൊക്കെ ഉണ്ടായി. അല്ല, ക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ പാർട്ടിയിൽ അവരുണ്ടായിരുന്നപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ തവണ തന്നെ ഷാജിർ എന്ന് പറയുന്ന DYFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി, മറ്റേ ഈ ഓൾ ഇന്ത്യ കമ്മിറ്റി അംഗം, അദ്ദേഹം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് പിന്നീട് മറ്റേ ഇതായിരുന്നത്, ഇവിടെ യുവജനക്ഷേമ കമ്മീഷനായിരുന്നത്. അപ്പൊ ആ അദ്ദേഹം തന്നെ എന്താ ഒരു പരിപാടിയിൽ വെച്ചിട്ട് ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി കൊടുക്കുന്നത് ചിത്രം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അല്ല സാർ, ഇതിന്റെ സങ്കടം എന്താണെന്ന് അറിയാം. ഇത് ശരിക്കും പറഞ്ഞ വിഷമം കൊണ്ടാണ് സാർ ഇത് ചോദിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം ഇറങ്ങി പുറപ്പെടുന്നത്. സാധാരണ ഫാമിലിയിൽ നിന്ന് പാവപ്പെട്ടവരായിട്ടുള്ള ഈ നേതാക്കളുടെ പ്രധാന മക്കളൊന്നും കൊടി പിടിക്കാനോ കല്ലിന് EDയുടെ വാഹനത്തിന് കല്ലെറിയാനൊന്നും നമ്മൾ കാണുന്നില്ല. എൻ്റെ പൊന്ന് ഗൗതം, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ സംഘടനകളിലും, സാമുദായിക സംഘടനകളിലും മതസംഘടനകളിലും അവിടെ പ്രശ്നമുണ്ടാക്കാനും ഈ പറയുന്ന പോലെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറാകുന്ന ആരാണെന്ന് വെച്ചാൽ അത് CPM-ഉം കോൺഗ്രസും മുതൽ SDP വരെ ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്താണ് ഇപ്പൊ മറ്റേ പക്ഷേ ഇവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കേണ്ട നേതാക്കള് നേരത്തെ തന്നെ ഈ ആയെങ്കി അവസാനം പറഞ്ഞത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നിപ്പോയി. അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ നിസ്സഹായത തോന്നിപ്പോയി. അവൾ എന്റെ ജീവിതം മൊത്തം തൊലഞ്ഞിരിക്കുക, പിന്നെ ഞാൻ മരിക്കാനായിട്ട് പറഞ്ഞിരുന്നില്ല. പിന്നെ ഗൗതം പറഞ്ഞേക്കണതിൽ വലിയ തെറ്റുകളുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവര്, ഞാൻ പറയണ ഇപ്പൊ കണ്ണൂരത്തെ നേതാക്കളോ CPM-ന്റെ മറ്റു സ്ഥലങ്ങളിലെ നേതാക്കൾക്കൊന്നും ആ കുഴപ്പമില്ല. കണ്ണൂരത്തെ നേതാക്കൾ എടുത്തു വെച്ചാൽ അവരും അവരുടെ ജീവൻ പണയം വെച്ച് ഈ പറയുന്ന പാർട്ടി വളർത്തിയവർ തന്നെയാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ പി ജയരാജൻ ഒരു തിരുവോണ ദിവസം ആളുകൾ കയറി വെട്ടിക്കൂട്ടിയിട്ടിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് പോയതാണ്. ആ പോയ ആളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ചേർത്തെടുത്ത് അയാൾക്ക് ഇന്നും അദ്ദേഹത്തിന് ഒരു കൈക്ക് ചെറിയ സ്വാധീനക്കുറവുള്ളതുപോലെ അദ്ദേഹത്തിന് ഉള്ളതിന്റെ കാര്യം അദ്ദേഹത്തെ അതുപോലെ അനുഭവിച്ചതാണ്. പിണറായി വിജയൻ ഇതുപോലെ അനുഭവിച്ച ഒരാളാണ്. അതേപോലെ തന്നെ EP ജയരാജൻ എന്താണ് വെടിയുണ്ട മറ്റേ ആക്രമിക്കപ്പെട്ട ഒരാളാണ്. അവരൊക്കെ വളരെ സേഫ് ആയിട്ടിരിക്കും. ആയങ്കിയുടെ പ്രതികരണം, അതായത് നിങ്ങൾ മറക്കരുത്, അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും വിഷമായി ആയങ്കിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാലങ്ങളോളം നിന്നിട്ടാണ് ഞാൻ ഈ ഗതിയിലെത്തിയെന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്നെ ഗൗതം, അന്നേരം ഇപ്പൊ അയാളെ നേർവഴിയിലേക്ക് കൊണ്ടുവരായിരുന്നില്ലേ? അല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എന്റെ പേര് രതീഷ് ചക്രപാണി എന്നാണ് ഞാൻ ഓർപ്പിക്കുന്നു. അല്ല, ഓർപ്പിച്ചതിന്റെ കാര്യം അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനിക്ക് മറുപടി പറഞ്ഞോട്ടെ, എന്നിട്ട് താങ്കൾ പറഞ്ഞു ഓർപ്പിക്കുന്നു. ആ ഓർപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുതന്ത്രങ്ങൾ എൻ്റെ അടുത്ത് ഫലിക്കില്ല. ഞാൻ പറഞ്ഞുതരാം. അർജുനായെങ്കിൽ പാർട്ടിയുടെ ഒപ്പം നിന്ന് പാർട്ടി അയാളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഇതെന്തൊരു വൃത്തികെട്ട പാർട്ടിയാണ്, അർജുനായെങ്കിയെ സംരക്ഷിക്കുന്നു എന്ന് പറയാം. ഇതിപ്പോ അർജുനായെങ്കിയെ തള്ളി പറഞ്ഞു എന്ന് ഗൗതത്തിന് മനസ്സിലായപ്പോൾ ഗൗതം പറയണ വാചകം അല്ല, എന്റെ പൂർത്തിയാക്കട്ടെ,
ഗൗതം പറയുന്ന ഒരു വാചകം എന്ന് പറഞ്ഞാൽ എന്തൊരു പാർട്ടിയാണ് പുള്ളിനെ സംരക്ഷിക്കാമായിരുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. രണ്ടും കൂടി പറയാം സാറേ. അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയെങ്കി പ്രതികരിച്ചത് അയാളുടെ വിഷമം നമ്മൾ പരിഗണിക്കണമല്ലോ. അയാൾ പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേന ഉന്തിയതിനും പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നല്ലാണ് എന്നെ ഇപ്പം കേസിലെടുത്ത് അകട്ടുക. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയാൻ പാടില്ലായിരുന്നു, തൂഫാൻ തൂക്കുന്നത് പോലെ തൂക്കണം എന്നൊക്കെയാണ് ജയരാജൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് പൊതുസമൂഹത്തിന് മുമ്പിലും ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കണം. അത് സത്യം തന്നെയാണ് സാർ പറഞ്ഞത്. പക്ഷെ നേരത്തെ തന്നെ ഈ ആയെങ്കിയെ നേർവഴിയിലേക്ക്, മോനെ ആയെങ്കി ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തികളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഈ പുറത്താക്കി എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് മുമ്പേ ചെയ്യായിരുന്നില്ലേ എന്നുള്ളതാണ്. അതിനു മുമ്പേ ചെയ്യാൻ പാർട്ടി ശ്രമിച്ചിട്ടില്ലെന്ന് താങ്കളുടെ കയ്യിൽ ഏത് തെളിവുള്ളത്? കാരണം അതിനു മുമ്പേ പലവട്ടം പാർട്ടി ഇവരോട് സംസാരിക്കുകയും അതിൽ നേർവഴി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അതൊന്നും നടക്കില്ല എന്ന് പറയുമ്പോഴാണ് ഈ മനു തോമസ് ഒക്കെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരിക്കുമ്പോൾ തന്നെ CPM-ന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം തീരുമാനമെടുത്തിട്ടാണ് DYFI അവിടെ ഇവർക്കെതിരെ ആ ജില്ല മുഴുവൻ ഒരു പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ആ പ്രചരണ ജാഥ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് തില്ലങ്കേരിയിൽ വന്ന് ആകാശ് തില്ലങ്കേരിക്കെതിരെ സംസാരിച്ചത്. തില്ലങ്കേരി ഒന്നും വിചാരിച്ചാൽ എടുത്താ പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് PJ രാജ ഈ പാർട്ടി ഗുണ്ടകൾ എന്ന് പറയുന്ന പ്രതിഭാസം എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അത് പാർട്ടിക്കാർ സംരക്ഷിച്ച് നിലനിർത്തുന്ന ഒരു സംഗതിയാണോ? തീർച്ചയായിട്ടും പാർട്ടിക്കാർ സംരക്ഷിക്കും. പാർട്ടി ഗുണ്ടകൾ എന്നൊക്കെ ഉള്ളത് പുറത്തുള്ള ആളുകൾക്ക്. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പാർട്ടിക്കെതിരെ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ചെന്ന് തിരിച്ചടിക്കാൻ പറ്റില്ല, എല്ലാവർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ ധൈര്യമുള്ള ഒരു സംഘം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ എന്ത് ചെയ്തിരുന്നു, നിലനിർത്തിയിരുന്നു, അവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു, എല്ലാവരും ചെയ്തിരുന്നു. ഇപ്പൊ പാർട്ടി ഗുണ്ടകൾ അനിവാര്യമാണ്. നദാലില് കെ സുധാകരനും ചെയ്തിരുന്നു. പാർട്ടി അനിവാര്യമൊന്നുമല്ല. ഇത് കഴിഞ്ഞ അനിവാര്യമല്ലെങ്കിൽ പിന്നെ എന്തിനാ പറഞ്ഞുതരാം ഇത് എന്റെ പൊന്നു സുഹൃത്ത്, ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം ഒരു ജന്മി വാഴ്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ തലയെറുത്തുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും ആണ് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിന്നത്. കാരണം എന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ കയറി പിടിക്കാനും അതുപോലെ തന്നെ കൂലി കിട്ടാനും പറ്റാത്ത സ്ഥലത്ത് ഈ പറയുന്ന ജന്മികളുടെ ഗുണ്ടകൾ ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ആക്രമിക്കുന്നവരെ ചെറുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളർന്നത്. ആ വളർന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതിൻ്റെതായിട്ടുള്ള ചില അംശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ജനാധിപത്യം കുറെ കൂടി പുരോഗമിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ കുറഞ്ഞു. ഇപ്പൊ താങ്കൾ തന്നെ പറയുന്ന മറ്റേ M എന്ന് പറയുന്ന ആളുമായിട്ട് എന്ത് ചെയ്തു, RSS-ഉം CPM-ഉം കൂടി ചർച്ച നടത്തുകയും ആ ചർച്ച നടത്തിയിട്ട് അത്തരത്തിലുള്ള ശാരീരികമായ ഏറ്റുമുട്ടലുകളും രാഷ്ട്രീയ കൊലപാതകങ്ങളും വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തതിന് ശേഷമാണ് അത് കുറഞ്ഞത്. ഇത് കുറഞ്ഞതിന് ശേഷവും നിഖിൽ പൈലി എന്ന് പറയുന്ന ഒരു പയ്യൻ ധീരജടക്കമുള്ള ആളുകളെ കുത്തിക്കൊന്നിട്ടുണ്ട്, CPM-ന്റെ ആളുകളെ തന്നെ, SFIയുടെ ആളുകളെ തന്നെ. പക്ഷെ അതൊന്നും വലിയ ചർച്ചയാകാതിരിക്കുകയും ഇതെന്തോ ഈ പാർട്ടി മാത്രമാണ് ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട്. അത്ര ഉള്ള കാര്യം. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പാർട്ടി ഗുണ്ടകൾ അനിവാര്യമാണെന്നാണ് പറയുന്നത്. പാർട്ടി ഗുണ്ടകൾ അനിവാര്യമല്ല ഇപ്പോ, പക്ഷെ നേരത്തെ കാലഘട്ടം തീർച്ചയായിട്ടും. കാരണം മറ്റേ ഗൗതം ജന്മി TPA ഇല്ലാതാക്കാൻ പറ്റില്ല, ഗുണ്ടകൾ വേണം. TPA ഇല്ലാതാക്കിയത് CPM-ന് പറ്റിയ എക്കാലത്തെയും വലിയ മിസ്റ്റേക്കാണ്, ഒരു സംശയം ആ കാര്യത്തിലില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും, ഈവൻ 2010, 2015 ആകുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ കുറവ് വന്നു. ശരിയാണ്, TP കൊല്ലപ്പെട്ടു 2012 എന്നുള്ള യാഥാർത്ഥ്യമാണ്. സാർ, ഈ ആയെങ്കി സ്വർണം പൊട്ടിക്കലിൽ ഇടപെട്ടിട്ടില്ലേ ശരിക്കും? ഏതാ ഉണ്ടല്ലോ, കേസുണ്ടല്ലോ, നമുക്കറിയില്ലല്ലോ. പിന്നെ ആയെങ്കിയെ അതിനുശേഷം ആരെയും സംരക്ഷിച്ചിട്ടില്ല. സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ചില പാർട്ടി ബന്ധമുള്ള ആളുകൾ ഉണ്ടെന്ന് കേൾക്കുന്നു, പക്ഷെ അതിനും തെളിവൊന്നുമില്ല. ഇപ്പം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ADGP വിജയൻ സാർ പറഞ്ഞത് ആ ലൈക്ക് അടിച്ച ആളുകളെ പോലും പൊക്കേണ്ട അവസ്ഥയാണെന്ന്, ഇയാളെ പിന്തുണച്ചുകൊണ്ട്. അപ്പം സാറ് അപ്പം അതിന് എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു സ്വഭാവ പ്രവണ ഇപ്പം സാറ് നേരത്തെ പറഞ്ഞു, ഇപ്പം TGക്ക് ലൈക്ക് അടിക്കാൻ കുറേ ആളുകളുണ്ട് സാറ് പറഞ്ഞു. അതേപോലെ തന്നെ ആയെങ്കിക്ക് ലൈക്ക് അടിക്കാൻ കുറേ പേരുണ്ട്. ലൈക്ക് അടിച്ചവനെ ബൊക്കേട്ട് ലൈക്ക് അടിച്ചവനെ എന്ത് ചെയ്യാം, ഒരു ലൈക്കും കൊടുത്ത് വിടാമെന്ന് മാത്രമേ, അല്ലാതെ കേസൊന്നും നിലനിൽക്കൂല. അതൊക്കെ വേറെ കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞത് രണ്ടുപേർക്കും ലൈക്കുകൾ അല്ല, ലൈക്ക് ഉണ്ട്. അതാണ് ഈ നാടിന്റെ ദുര്യോഗം. ആ ലൈക്ക് കുറയണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിലൊരു സംശയമില്ല. അല്ലാതെ എന്താണ് ആ ലൈക്കുകൾ എന്ത് ചെയ്യണം, കുറയണം. അതുപോലെ ഇപ്പൊ താങ്കൾ വലിയ താങ്കളിപ്പോ ഇളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കട്ട് ചെയ്യാതെ കൊടുക്കണം, അതിന് കുഴപ്പമില്ല. പക്ഷെ താങ്കള് ഈ പറയുന്ന ഇതിന്റെ ഇടക്കൂടി ഒരു വാചകം പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ കൊടുന്നു. എന്റെ പൊന്ന് ഗൗതം ഇളിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഉമാ തോമസിനെയും
ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാനെയും ഒക്കെ തെറി വിളിച്ച കോൺഗ്രസിലെ സൈബർ പോരാളികളെ താങ്കൾ കണ്ടില്ലല്ലോ. അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുയായികളായതുകൊണ്ട് അവരുടെ അമേദ്യം താങ്കൾക്ക് നല്ല ടേസ്റ്റായി തോന്നി. ഇപ്പൊ ഇതെന്ത് ചെയ്യും, CPM-ന്റെ ആയതുകൊണ്ട് താങ്കൾക്ക് എന്ത് ചെയ്യും, കുഴപ്പം തോന്നും. അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായി? അതല്ലേ വ്യത്യാസം. അതിനെന്താ താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, എല്ലാവരെയും എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളെയും നമ്മൾ എതിർക്കണം എന്നുള്ളതാണ് എന്റെ നിലപാട്. പക്ഷെ അങ്ങനെ പലരും ചെയ്യാതിരിക്കുമ്പോൾ ആണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ എത്ര ആക്രമണങ്ങൾ ഇവിടെ നിന്നുള്ള, ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല, എന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു യൂട്യൂബറെ പിടിച്ച് അടൂർ കൊണ്ടുപോയപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്ത് ചെയ്തല്ലോ, ആക്രമിച്ചല്ലോ. ശരിയാണോ ഇല്ലേ? ശരിയാണോ? എന്താ മിണ്ടാത്ത എന്താ? അപ്പൊ അത്തരത്തില് ഞാൻ പറയണത് ഒരാളെ എന്ത് ചെയ്തു സ്റ്റേഷന്റെ അകത്ത് വെച്ച് പോലും ഒരു സംഘടനയുടെ ആളുകൾ ആക്രമിക്കുന്നു. തെറ്റാണ് സാർ. ഈ നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ആയെങ്കിയുടെ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താ? അയാൾ വെല്ലുവിളിച്ചു, നിയമത്തെ കയ്യിലെടുത്തു. എന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്കടാ എന്ന് പറയുന്ന രീതിയിൽ നിയമം കയ്യിലെടുക്കും. അത് തെറ്റ് തന്നെയാണ് സാറേ. നമ്മളെ നിയമ സംവിധാനത്തെയും ആഭ്യന്തരമന്ത്രിയെയും ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇപ്പോൾ മധു, സാറിന് അറിയാലോ, ഇപ്പോൾ അട്ടപ്പാടിയിലെ മധു, ആദിവാസിയായിട്ടുള്ള മധു 2018 കൊല്ലപ്പെടുമ്പോൾ ആൾക്കൂട്ട വിചാരണയിലൂടെയാണ് അയാൾ കൊല്ലപ്പെട്ടത്. കുറേ അധികം ആളുകളാണ് ഇയാളെ കൊന്നത്. ഇവരും നിയമമാണ് കയ്യിലെടുത്തത്. ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരേ ആളുകൾ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറേ. അപ്പൊ ഇങ്ങനെ നിയമം കയ്യിലെടുക്കുക ഇവർക്ക് എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടുന്നത്? നിയമത്തെ കയ്യിലെടുക്കുക. അപ്പൊ നമ്മളെ നിയമ സംവിധാനത്തിന്റെ പോരായ്മയാണോ? അതായത് ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ, നിയമം വെല്ലുവിളിച്ചാലും കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ആയെങ്കിയെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഇയാളുടെ പ്രതികരണം എന്ന് പറയുന്നത്, ഇതെന്താ ഇവിടെ കല്യാണം വല്ലതുണ്ടോ? അത്രയും ആൾക്കാരെ കണ്ടിട്ട്, അല്ല അത്രയും അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പരിപാടി. യാഥാർത്ഥ്യമാണ് പറയേണ്ടതെങ്കിൽ അത് എനിക്ക് പറയാൻ താല്പര്യമുള്ളൂ. എനിക്ക് ഗൗതത്തെ പോലെ ഏതെങ്കിലും സൈഡ് പിടിച്ചുകൊണ്ട് പറയാൻ എനിക്ക് താല്പര്യം. ഒരു സൈഡ് പറയാ ബാക്കി പറയാം. 200-ലധികം പേര് CPM-ന്റെ കൊല്ലപ്പെട്ടു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് പറഞ്ഞു? ഏറ്റവും കൂടുതൽ ആളുകൾ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ മരിച്ചിട്ടുള്ളത് BJP സമ്മതിക്കും, കോൺഗ്രസ് സമ്മതിക്കും, അത് CPM-ന്റെ ആളുകളാണ്. അപ്പം നിങ്ങൾ ഈ ആയുധം കയ്യിലെടുക്കരുത്, നിയമം കയ്യിലെടുക്കരുത് പറഞ്ഞില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആയങ്കി എന്നൊക്കെ പറയുന്നത് പോലീസിനെ വെല്ലുവിളിച്ചു, എന്തോ ഭയങ്കര വലിയ ക്രിമിനലാണെന്നൊക്കെ ഉള്ളത് വെറുതെ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ പുള്ളിനെ പിടിക്കുമ്പോൾ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ, സ്വന്തം ഇമേജിന് ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ ആയങ്കിയുടെ കേസുകൾ 18-22 കേസുകളുണ്ട്. കേസുകൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അത്ര വലിയ ഭയങ്കരമായ കേസുകളല്ല മറ്റ് ക്രിമിനലുകളുമായിട്ട് കമ്പയർ ചെയ്താൽ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, സുഗതൻ എന്താ നിങ്ങൾ ചെയ്തത്? സുഗതന് 19 കേസുണ്ട്, 5-6 വധശ്രമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കൊരെണ്ണം കുറവേ ഉള്ളവർക്ക്, ആയെങ്കിക്ക്. ഈ വധശ്രമമുള്ള ആളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലറായി നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് സംവിധാനം തന്നെ പ്രവർത്തിച്ചു. കുഴപ്പമില്ലല്ലോ നമുക്ക്. അപ്പൊ ഇതൊക്കെ മീഡിയകൾ ഓരോ തരത്തിൽ എന്ത് ചെയ്യും, ഒരു ഹൈപ്പ് ഉണ്ടാക്കി വിടും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ രതീഷ് ചക്രപാണിക്കൊക്കെ മനസ്സിലാവും. കാരണം നമ്മൾ കുറെ നാളായാലും ഈ പണി ചെയ്യണം. അതുകൊണ്ട് നമുക്ക് കയ്യിലെടുക്കാന്നാണോ നിയമമൊക്കെ ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ CPM-ന്റെ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ നിയമം കയ്യിലെടുത്തില്ലേ നിങ്ങൾ? പിന്നെന്താ വാക്കത്ത് കയ്യിലെടുത്തെന്ന് പറയണോ? അപ്പൊ നിയമം കയ്യിലെടുക്കലും ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പല ആളുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെ സത്യത്തിൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്ത് കടന്നു പിടിക്കുക, അയാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് നിയമം കയ്യിലെടുക്കലാണ്. അതൊരാൾക്കൂട്ടം ചെയ്യുന്നു. അങ്ങനെയാണ് മധു കൊല്ലപ്പെട്ടത്. വിശപ്പിന്റെ വയലിൽ അയാൾ എന്തോ മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. ഇവിടെ ആയെങ്കി ഒരു മിനിറ്റ് മധു കൊല്ലപ്പെട്ടത് റെഫർ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സുഗതന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേ. തീർച്ചയായിട്ടും ആ സുഗതന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. അല്ല പറഞ്ഞല്ലോ, അത് ശരിയാണ്, താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരത്തില് നിയമം കയ്യിലെടുക്കുന്നത് എന്തുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ്. ഏതാ നിയമം ഈ നാട്ടിലെ ക്രിമിനൽസ് കയ്യിലെടുക്കും, അങ്ങനെയുള്ള ക്രിമിനലുകൾ ഉണ്ടാകുന്നത്. അതൊക്കെ ഭയങ്കര വലിയ വിഷയമാണ്. എങ്ങനെയാണ് ക്രിമിനലുകൾ ഉണ്ടാകുന്നത്? ഈ ആയെങ്കി ഉണ്ടായപ്പോ അങ്ങനെയാണെങ്കിൽ യോഗീനെ പോലുള്ള എൻകൗണ്ടറുകളാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ചിലവര് അഭിപ്രായം രേഖപ്പെടുത്തും. അപ്പൊ നമ്മുടെ നിയമ സംവിധാനം അപ്പൊ പരാജയമാണോ സാർ? അപ്പൊ നിയമം നിങ്ങൾ കയ്യിലെടുക്കാന്നാണോ യോഗി ആദിത്യ അതൊക്കെ പറഞ്ഞാൽ? ഞങ്ങള് നിയമം നമ്മുടെ നിയമം പരാജയമാണോ എന്നുള്ളത്. ഏതാ ഒരു ആയെങ്കിനെ വെച്ചുകൊണ്ടാണ് ഗൗതം ഇത്രയും വലിയ ചർച്ചയിലേക്ക് പോകുന്നത്? ഐ ഫീൽ പിറ്റി. എനിക്കിപ്പോൾ സഹതാപം മാത്രമേ തോന്നുള്ളൂ. ഒരു നാട്ടില്, ഏതെങ്കിലും ഒരു നാട്ടില് ക്രിമിനലുകൾ ഇല്ലാത്തൊരു നാട് അന്റാർട്ടിക്ക ഒഴികെ ബാക്കി ഏതെങ്കിലും ഒരു ക്രിമിനൽ. ഞാൻ ആയെങ്കിക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം എന്താന്ന് പറയാം, അയാളെ അവസാനം പങ്കുവെച്ച ആ വീഡിയോ ഇല്ല സാറേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കണ്ടിട്ട് കരഞ്ഞു പോയി. സത്യമായിട്ട് ഞാൻ കരഞ്ഞു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മാനസാന്തരപ്പെടുക. ഞാനൊരു ക്രിമിനലായിട്ട് ജനിച്ച ഒരാൾ. ഈ കരഞ്ഞത് വീഡിയോയിൽ അല്ല, ഞാനൊരു സാറ് കരഞ്ഞത് വീഡിയോയിൽ അത് തമാശയായിട്ട് കാണുന്നത്. ഞാൻ തമാശയായിട്ട് അത് ആ വീഡിയോ കണ്ടിട്ടുള്ള ഓരോരുത്തർക്കും അത് മനസ്സിലാവും. അത്രയും എന്താണ് നിസ്സഹായാവസ്ഥയോട് കൂടിയിട്ടാണ് അർജുനായെങ്കിൽ അതിൽ പ്രതികരിക്കുന്നത്. കാരണം ഞാൻ ജനിച്ചത് ക്രിമിനലായിട്ടല്ല, പക്ഷേ ഞാൻ ക്രിമിനലായിപ്പോയി.
എനിക്കൊരു അവസരം തരും നന്നാവാനായിട്ട് നിങ്ങൾ. ആ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിനെക്കൂടെ അതാണ് പറഞ്ഞത് സാറേ. അപ്പൊ അങ്ങനെ പ്രതികരിച്ചു എങ്കിൽ അല്ല, അതല്ല സാറ് ഞാൻ ആയെങ്കിക്കെതിരാണെന്നൊന്നും പറയരുത് സാർ. ഞാൻ അയാളുടെ മാനസികാവസ്ഥയും അയാളുടെ വിഷമത്തിനൊപ്പമാണ്. എൻ്റെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കാൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ് സാറേ. അതാണ് എൻ്റെ ഒരു വിഷമം. ഒരു പൊതുജനം എന്ന നിലയിൽ ഞാൻ പറയട്ടെ സാർ, ഒരു പൊതുജനം എന്ന നിലയിൽ നമ്മുടെ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ, നീതി കൃത്യമായിട്ട് നിർവഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ പലരും നിയമത്തെ കയ്യിലെടുക്കുന്നതിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. ഞാനപ്പോൾ ചോദിക്കട്ടെ, അപ്പോൾ ആയെങ്കിൽ നിയമം കയ്യിലെടുത്ത് ഒരാളാണോ അല്ലേ? ആയെങ്കിൽ നിയമം കയ്യിലെടുത്ത ഒരാളാണോ അല്ലേ? നിയമലംഘനം നടത്തിയ ഒരാളാണോ അല്ലേ? തീർച്ചയായിട്ടും ആണ്. എന്നിട്ട് താങ്കൾ അയാളോടൊപ്പമാണ് നിൽക്കുന്നത്. അല്ല, അയാളുടെ ഒപ്പം എന്ന് പറയുന്നത് അയാളുടെ നിസ്സഹായാവസ്ഥയിൽ, അയാളുടെ നിസ്സഹായാവസ്ഥ, അയാളുടെ ഒപ്പം അല്ല, അതായത് നിസ്സഹായാവസ്ഥയോടൊപ്പം. നമ്മൾ ഇത് രണ്ടും പരിഗണിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും പരിഗണിക്കേണ്ടതാണ്. എനിക്കത് കുഴപ്പമില്ല. കാരണം ഞാൻ സാറെടുത്തുള്ള എന്റെ ചോദ്യം എനിക്കത് ഒരു വാചകം പറഞ്ഞോട്ടെ, അതിന്റെ കണ്ടിന്യൂ ചെയ്ത്. എനിക്കത് കുഴപ്പമില്ലാത്ത എന്താണെന്ന് അറിയാം, ഞാൻ ലെനയുടെ ഒക്കെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സാറേ, ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നിയമം കയ്യിലെടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് ആളുകൾക്ക് തോന്നുന്നത്? അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പോരായ്മ കൊണ്ടാണോ? ഈ ലോകത്തെവിടെയും, ഈ ലോകത്തുള്ള 1,00,000 പേരുള്ള രാജ്യങ്ങളിൽ പോലും, ലിച്ചൻസ്റ്റൈൻ എന്നൊക്കെ പറഞ്ഞ ചില അപൂർവം ചില രാജ്യങ്ങൾ, അന്റാർട്ടിക്ക പോലെയുള്ള രാജ്യങ്ങൾ, ഇതൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ജനങ്ങളുള്ള ഏതൊരു രാജ്യത്തും ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലുകളുള്ളത് നിയമവ്യവസ്ഥയുടെ കുഴപ്പം കൊണ്ടാണോ എന്നൊക്കെ ഉള്ളത് ഒരു വലിയ ചോദ്യമാണ്. അത് ഈ ടോപ്പിക്ക് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഇഷ്ടമാണ് അത്തരം കാര്യങ്ങളൊക്കെ. പക്ഷെ അത് സമയം തികയാത്തതുകൊണ്ടാണ്. ഇപ്പം ജയിലുകൾ എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് തന്നെ എന്താണ്? അതൊരു കറക്ഷണൽ ഹോംസ് ആണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരാളൊരു കുറ്റവാളിയാവുകയും ആ കുറ്റം ചെയ്ത് അവൻ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്താൽ അവനൊരു പുതിയ മനുഷ്യനായി തിരിച്ചു വരുന്ന ഘട്ടമല്ല സംഭവിക്കുന്നത്. പകരം അവനൊരു മാഫിയയുടെ ഒപ്പമോ ഗ്യാങ്ങിൻ്റെ ഒപ്പമോ ചേരാനുള്ള വലിയ ട്രെയിനിങ് കിട്ടുകയും അവനെ സമൂഹം ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ലെവലിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺസെപ്റ്റുകളിലൊക്കെ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവുകയും ജനങ്ങളുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം ഉണ്ടാവുക ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഈ പറയുന്ന എന്തുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കേണ്ടി വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിനൊന്നും അർത്ഥമില്ല. നിയമം ചിലപ്പോൾ അനീതികൾ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ നിയമം കയ്യിലെടുക്കേണ്ടി വരും. ഇപ്പം ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് നിയമം കയ്യിലെടുക്കല, നിയമലംഘനമായിരുന്നു. ആ ലംഘനങ്ങളിലേക്ക് ആവശ്യം വരും. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പക്ഷേ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം വളരെ കൃത്യമായിട്ടുള്ളത്, ഈവൻ ജുവനൈൽ ഹോംസിൽ പോകുന്ന കുട്ടികൾ പോലും കൂടുതൽ കുറ്റവാസന പ്രകടിപ്പിക്കുകയും കുറ്റവാളികളായി തീരുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത്. തെരുവിൽ, ബസ്സിൽ, ട്രെയിനിൽ, പലയിടങ്ങളിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുക. ഒരു മടിയില്ലാതെ സ്ത്രീകളെ ഈ സ്ഥലത്ത് നിന്ന് പീഡിപ്പിക്കാൻ ഇവന് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത്? സ്ത്രീകൾ അർദ്ധരാത്രി അല്ലെങ്കിൽ പട്ടാപ്പകൽ തെരുവുകളിൽ ആക്രമിക്കപ്പെടും. എവിടെ നിന്നാണ് ഈ ഗുണ്ടകൾക്കും ഇതും? ഇവനിവിടെ ഒരു ഭയമുണ്ട്, ഞാൻ ഈ ആക്രമിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും, മറ്റ് പ്രശ്നങ്ങളുണ്ടാകും. ആ ഒരു ഭയമാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് തന്നെ കീഴ്പ്പെടുത്തുന്ന ഒരു സംഭവം. ഇതില്ല വാസ്തവത്തിൽ. ഇതില്ലാത്തൊരു സംവിധാനം, ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ട് പരിപാലിക്കപ്പെടുന്നില്ല, അങ്ങനത്തെ ഒരു സംവിധാനം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ നിയമം കയ്യിലെടുക്കുക എന്ന് പറയാം. അല്ലാണ്ട് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം മറ്റേ കാര്യമില്ല, അതൊരു നല്ലൊരു കോസിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. സ്ത്രീകളെ പട്ടാപ്പകല് അടിക്കുക, പീഡിപ്പിക്കുക, ഇതൊക്കെ നല്ല കോസാണോ സാറേ? നിയമം കയ്യിലെടുക്കലല്ലേ? ഗൗതം പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിന് തന്നെ വലിയ പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ ഗൗതത്തിനൊന്ന് ചിരിക്കാം, പക്ഷേ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭയം ഉണ്ടാവുക, ഇത് നമ്മളെ അക്രമം ചെയ്താൽ പണി കിട്ടുക എന്ന് പറയുമ്പോൾ ഗൗതം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അക്രമവാസനയുണ്ട്, ആളുകളെ മുറിവേൽപ്പിക്കാനുള്ള ഒരു സന്തോഷമുണ്ട്. പക്ഷേ നമ്മളത് ഭയം കൊണ്ട്, അതായത് ഇവിടെ പിടിക്കപ്പെടും, നമുക്ക് പണി കിട്ടും എന്നുള്ളത് കൊണ്ട് അടക്കി വെക്കണം എന്നുള്ളതാണ് ഗൗതം പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ മുതൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഭയമില്ലാതെ തന്നെ ഈ സൊസൈറ്റി നമ്മളെ വളരെ മോശമായിട്ട് കാണും. ആളുകൾ നമ്മളോട് നന്നായി ഇടപഴകില്ല, നമുക്കൊരിക്കലും സ്നേഹം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ അക്രമവാസനകളോ മോശപ്പെട്ട കാര്യങ്ങളോ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റായി ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി വെക്കണം എന്നുള്ളൊരു കൾച്ചർ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ ഉദാഹരണം ഇപ്പോൾ കൃത്യമായിട്ട് ഒന്നുകൂടി പറഞ്ഞാൽ, ഇപ്പം എപ്സ്റ്റീൻ ഫയലുകൾ ഉണ്ടാക്കിയിട്ടുള്ള എപ്സ്റ്റീൻ തടവിലാക്കപ്പെട്ടു. ഈ തടവിലാക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് 12 മണിക്കൂർ ജയിൽ എന്നുള്ളതാണ്. അതായത് അത് കഴിഞ്ഞിട്ടുള്ള സമയം അദ്ദേഹത്തിന് പുറത്തു പോകാം, ഒരു ഓഫീസ് വർക്ക് ചെയ്യാം എന്നൊക്കെയുള്ള ലെവലിലാണ്. സ്വീഡനിലും ഡെൻമാർക്കിലും വലിയ രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള ജയിലുകൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതോ വലിയ ബിസിനസ് ഹൗസുകളാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ജയിലുകളുണ്ട്.
അപ്പോൾ അങ്ങനെ ജയിലുകളിൽ കുറെ കൂടി വളരെ ഔദാര്യത്തോടുകൂടി അവരോട് പെരുമാറിയിട്ടും വലിയ ഇംപ്രിസൺമെന്റ് തന്നെ കുറെ കാലം കഴിയുമ്പോൾ അവർ വെറുതെ തുറന്നു വിടുകയൊക്കെ ചെയ്തിട്ട് പോലും അവിടെ എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ കുറയുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ വലിയ ക്രൂരന്മാരായിട്ടുള്ള വലിയ ക്രൗര്യത ഉള്ള ഭരണാധികാരികൾ ഉണ്ടാവുകയും അവർ വളരെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഇവിടെ ഭയപ്പെടുത്തി നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തെറ്റ് ചെയ്താൽ പണി കിട്ടുമെന്ന് പറയുകയും ചെയ്യുന്നത് ഒരു വഴി മാത്രമാണ്. ഇപ്പൊ ദുബായിലോ സൗദി അറേബ്യയിലോ ഒക്കെ അങ്ങനെ കുറെ ക്രിമിനൽസ് ഇല്ലാതാവുന്നുണ്ട്. പക്ഷെ പ്രശ്നം അതുകൊണ്ട് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. അത് വളരെ 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 ഉള്ളിലുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഗൗതം പറഞ്ഞല്ലോ, സ്ത്രീകൾ എന്തുകൊണ്ട് ഉപദ്രവിക്കപ്പെടുന്നു. ഇവിടെ നിന്ന് പോയി ബോംബെ പോയാൽ അങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നില്ല. ഒന്നാലോചിച്ച് നോക്കണം, വലിയ ക്രിമിനൽസ് ഉള്ള ഗാങ് വാറുകളുള്ള ഡോൺസ് ഉള്ള ഒരു സിറ്റിയാണ് ബോംബെ എന്ന് പറയുന്നത്. അവിടെ ഉപദ്രവിക്കപ്പെടുന്നില്ല. അവിടെ രാത്രികളിൽ സ്ത്രീകൾക്ക് ഇറങ്ങിയെടുക്കാം. തൊട്ടടുത്ത് ബാംഗ്ലൂരിൽ അങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നില്ല ഒരു പരിധി വരെയെങ്കിലും, ഞാൻ പറയുന്ന ആളുകൾക്ക് ഇറങ്ങിയെടുക്കാം. അതേസമയം വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ ആക്രമിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ചിന്ത പോലും അവിടുത്തെ സ്ത്രീകൾക്ക് വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൾച്ചറിന്റെ കൂടി ഭാഗമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും വളരെ ഒറ്റയായിട്ടുള്ള ക്രിമിനൽസും ചെറിയ ആളുകളും ഒക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവും. പക്ഷെ അവരെ നിലക്ക് നിർത്താൻ വേണ്ടി മാത്രം ഒരു ഭരണകൂടം ഉണ്ടാകണം. പക്ഷെ അതല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അത് തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടർ ഫോം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വലിയ വിശാലമായിട്ടുള്ളൊരു ചർച്ചയാണ്. ഗൗതം ഞാനത് പറഞ്ഞതേ, പല തെറ്റുകളും ആളുകൾ ചെയ്യാത്തത് ഭയം കൊണ്ട് തന്നെയല്ലേ. അങ്ങനെ അല്ല പലരും എന്തിനാ പിന്നെ രാജ്യത്ത് നിയമം? അങ്ങനെ ആളുകളെ ഭയത്തിലൂടെ കൺട്രോൾ ചെയ്യാന്ന് എന്നൊരു സംഗതി കൂടി നിയമത്തിനുണ്ടല്ലോ. തീർച്ചയായിട്ടും നിയമത്തിന് അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം നമുക്കൊരു കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കൂടി ചർച്ച ചെയ്തൊരു വിഷയമാണ് MDMA വിഷയത്തിൽ. അതിന് നമ്മൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ധൈര്യമുണ്ടോ പ്രമുഖനെ പിടിക്കാൻ? ധൈര്യമുണ്ടോ? സാറ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ധൈര്യമുണ്ടോ ഏതെങ്കിലും ഇവിടുത്തെ സിനിമാ സെറ്റിലോ കാരവലിലോ റെയ്ഡ് നടത്താൻ? നമ്മൾ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ നിയമത്തെ വെല്ലുവിളിച്ചതാണ്. ധൈര്യമുണ്ടോ പോലീസ് സംവിധാനത്തിന് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആ പ്രമുഖനെ പിടിക്കാൻ? എന്തുകൊണ്ടാണ് ഇത് ചോദിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെല്ലുവിളിയൊന്നുമല്ല. ഇതെന്തുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കില്ല എന്നറിയാം, കാരണം പ്രമുഖനാണ്. അതുകൊണ്ടാണ് ജനത്തിന് അറിയാം ഇയാള് പ്രമുഖനല്ലേ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഇപ്പൊ ഗൗതം പറഞ്ഞ പോയിന്റിലാണ്. ഞാൻ ഇത് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഗൗതത്തോട് മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി ആ വീഡിയോ പറഞ്ഞിരുന്നു. ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ കിട്ടാതെ പോവുകയും ഇത് മാത്രം ശ്രദ്ധ കിട്ടുകയും ചെയ്യും. ഈ ഭയം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഭയം ഒരു ഗവൺമെന്റ് ഉണ്ട് ഇവിടെ, ദർ ഈസ് സംബഡി ടു ടേക്ക് കെയർ ഓഫ് എവരിബഡി എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന്റെ കൾച്ചറും മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾക്ക് 1 മണിക്കൂറോ 3 മണിക്കൂറോ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ ബാറുകൾ മാത്രമേ ഉള്ളൂ, ലഹരി ഉപയോഗിക്കൽ മാത്രമാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ സിനിമകൾ മാത്രമാണെന്ന് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. പകരം നേരെ പറഞ്ഞ പോലെ ടൈം സ്ക്വയർ പോലുള്ള സ്ക്വയറുകൾ ഉണ്ടാവുകയും അവിടെ ആളുകൾ വളരെ സന്തോഷത്തോട് ഒത്തുകൂടുകയും അവിടെ തമ്മിൽ അത്ര വലിയ തിരക്കുള്ള സമയത്ത് പോലും ഒരു സ്ത്രീകളെയും ഉപദ്രവിക്കാതിരിക്കുകയൊക്കെ മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ ഒരു ലഹരി കണ്ടെത്താനും വോളിബോളും ക്രിക്കറ്റും ബാസ്കറ്റ് ബോളും ഈ പറയുന്ന ഫുട്ബോളും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ആളുകളിൽ പ്രൊമോട്ട് ചെയ്യാനും മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ കണ്ടെത്താനും കൂടി ആളുകളെ അവയർനെസ് ബിൽഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഗൗതം അറിയേണ്ടത് വളരെ സയൻറ്റിഫിക്കലി പഠിച്ചതിന് ശേഷം സൂംബ സ്കൂളുകളിൽ നിർബന്ധമാക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഈ ലഹരിയിൽ നിന്നും ബിരുദം നേടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലഹരി എന്തായിത്തീരണം എന്നുള്ളത് കൂടി ജനത്തിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്, പ്രമുഖരെ പിടിക്കേണ്ടതുണ്ട്. അത് രണ്ടും ചെയ്തുകൊണ്ടേ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ബോധവൽക്കരണവും ഈ പറയുന്ന പോലെ ക്രിമിനലുകളെ വേട്ടയാടലും ഒരേപോലെ നടത്തുന്നത്. സാറേ, ജനത്തിന് സംരക്ഷണം കൊടുക്കാനാണ് ഇവിടെ പോലീസ് സംവിധാനവും മറ്റു വകുപ്പുകളൊക്കെ ഉള്ളത്. അത് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ തെരുവിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു അനീതി നടക്കുമ്പോൾ ആ അനീതി കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരായി മാത്രം ജനം മാറുകയാണ്. ജനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയൂ ഞാൻ ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും പ്രതികരിച്ച് കഴിഞ്ഞാൽ അവസാനം എനിക്ക് പണി കിട്ടും. അപ്പം ഈ എന്തുകൊണ്ട് ജനത്തിന് ഇത് പറയേണ്ടി വരുന്നു? കാരണം എന്നെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല, ഞാൻ വെറുതെ പ്രതികരിച്ചിട്ട് എന്താ കാര്യം? അതാണ് ഗൗതം ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ ഇപ്പം ഗൗതം പറഞ്ഞത് ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ ആളുകൾ കണ്ടു നിൽക്കുന്നതിനെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം കൂടി ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ബസ്സുകളിൽ ഏതെങ്കിലും സ്ത്രീകൾ വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ നീ ഇത് മിണ്ടണ്ട, പുറത്തിറങ്ങിയാൽ നിനക്കാണ് ദോഷം എന്ന് പറയുന്ന എത്രയോ സംഭവങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൊസൈറ്റിയുടെ എൻറ്റയർ കൾച്ചർ
ആ സംസ്കാരം അത് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ടുള്ള കാര്യം. അതായത് നിങ്ങളെ ഒരാൾ ശാരീരികമായി ഉപദ്രവിച്ചാലോ, നിങ്ങളൊരു കുറ്റവാളിയായിട്ടുള്ള ഒരാൾ നിങ്ങളെ ആക്രമിച്ചാലോ അവരോടൊപ്പം നിൽക്കണം, മറ്റവൻ വെറുക്കപ്പെടണമെന്ന് പറയുന്ന ഒരു ബേസിക് മെൻറ്റാലിറ്റി പോലും നമ്മുടെ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് അതിൻ്റെ പ്രശ്നം, അവിടെയാണ് അതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യും. അതിനോടനുസരിച്ച് നിൽക്കാത്ത ന്യൂനപക്ഷമായിട്ടുള്ള ക്രിമിനലുകൾ മാത്രം ഒരു രാജ്യത്തുണ്ടാവുകയും അവർച്ച ചെയ്യാനും അവരെ ശാരീരികമായി കീഴ്പ്പെടുത്താനും ഒക്കെ വേണ്ടി ഒരു പോലീസ് ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഗൗതം അറിയേണ്ടത് ഡെവലപ്ഡ് ആയിട്ടുള്ള നിരവധി കൺട്രികളിൽ നടക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം എന്ത് ചെയ്യുള്ളൂ, ഡെവലപ്പ് ചെയ്യുള്ളൂ. നമ്മുടെ അത്രത്തോളം ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ പതുക്കെ ഉയർന്നു വരുന്നേ ഉള്ളൂ. അതാണ് ഈ യാഥാർത്ഥ്യം, അതാണ് സത്യം. സാർ, ഇപ്പോൾ നിർത്തുമ്പോൾ ഇതാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ നിയമ സംവിധാനത്തോട് ആളുകൾക്ക് ബഹുമാനമാണോ, പുച്ഛാണോ, അതോ ഭയമാണോ? നമ്മുടെ നിയമ സംവിധാനത്തോട് ആളുകൾക്ക് അങ്ങനെ പുച്ഛമൊന്നുമില്ല. ആളുകൾക്ക് പക്ഷേ വലിയ ബഹുമാനവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു സമൂഹമായി മാത്രമേ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഗൗതം പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ടായാൽ, എനിക്കെതിരെ ഒരു അനീതി ഉണ്ടായാൽ ഞാനത് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതി വളരെ കൃത്യമായി പരിഹരിക്കപ്പെടുകയും എനിക്ക് നീതി കിട്ടുകയും ചെയ്യുമെന്ന് പറയുന്ന വിശ്വാസവും ജനങ്ങൾക്കില്ല. അപ്പം അതുകൊണ്ട് ആ വിശ്വാസം പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി മറന്നു പോകരുത്. ഇതില്ല എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഒരു പരിധിവരെയെങ്കിലും ഇവിടെ സുഖമായി കിടന്നുറങ്ങാൻ കഴിയുന്നതും ഈ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ തന്നെ നിയമപാലകരും കോടതിയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ ലിബറലാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ചാൽ ഇപ്പം ഉള്ളത് കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ തോതിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോഴും ജനത്തിന് വിശ്വാസമില്ല. ഈ പോലീസും അതുപോലെ തന്നെ സൈന്യവും ഈ കോടതികളും ഒക്കെ തന്നെ ഞങ്ങളുടെ കണ്ണീരൊപ്പാനും നീതി നൽകാനുമാണ് എന്നുള്ളൊരു വിശ്വാസം ഇന്ത്യൻ ജനത്തിനില്ല. പകരം അവിടെയൊക്കെ തന്നെ സ്വാധീനമുള്ളവനും പണമുള്ളവനും ഒക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നുള്ളത് വിശ്വാസമാണ്. എല്ലാവരും സാറ് പറഞ്ഞ പോലെ ആ MDMA ഒക്കെ ഉപയോഗിക്കുന്ന പ്രമുഖ നടൻ അയാൾ പിടിക്കപ്പെടുമോ? അതൊക്കെ സാധ്യതകൾ വളരെ കുറവാണ്. അതൊക്കെ ഇനിയും രാജ്യം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാതെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞു നിർത്തിയ വാചകത്തിലുണ്ടതെല്ലാം. പണവും അതുപോലെ തന്നെ സ്വാധീനവുമുള്ള ആളുകൾക്ക് പലപ്പോഴും ഇന്ത്യൻ കോടതികളിൽ നിന്ന് പോലും രക്ഷപ്പെടാം എന്ന് പറയുന്ന തോന്നൽ ജനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള വലിയ ദോഷമെന്ന് പറയുന്നത് കോടതികൾ കുറ്റമുക്തരാക്കിയിട്ടുള്ള ആളുകളെ പോലും ജനം കുറ്റവിമുക്തരാണ് എന്ന് വിചാരിക്കുന്നില്ല. പകരം അവർക്ക് വലിയ സ്വാധീനവും പണവും ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് ജനം വിചാരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കുറ്റവിമുക്തരാക്കപ്പെടുന്നവനെ പോലും ആ കണ്ണോടുകൂടി കാണുന്നു എന്നുള്ളതും ദൗർഭാഗ്യമാണ്.